വെൽക്കം ടു സൈറാസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയാണ്. ഇതാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടി. ഡ്രാഗൺ ഫ്രൂട്ട് ചെടിച്ചട്ടിയിലും വളർത്താവുന്നതാണ്, മരത്തിലും വളർത്താവുന്നതാണ്. ഞാനിത് പരീക്ഷണാർത്ഥത്തിൽ ഞാൻ ചെടിച്ചട്ടിയിൽ നട്ട് നോക്കിയതാണ്. ചെടിച്ചട്ടിയിൽ എനിക്ക് 2, 3, 4 പിന്നെ ഞാനൊരു ബക്കറ്റുണ്ട്. ബക്കറ്റിനകത്തും ഇതുപോലെ 2 വെച്ചിട്ടുണ്ട്. പിന്നെ ലക്ഷ്മി തരു എന്ന് പറയുന്ന മരത്തേൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ പരീക്ഷണാർത്ഥത്തിൽ ചെടിച്ചട്ടിയിലുണ്ടായാൽ നട്ടാൽ ഇത് ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണ്. അത് 3 വർഷമായപ്പം തന്നെ അതിൽ ഫലമുണ്ടായി. നല്ല ഫ്രൂട്ടാണ്. അതിന് അതിമധുരമൊന്നുമില്ല. ഷുഗറുകാർക്കും കഴിക്കാവുന്നതാണ്. എനിക്ക് ഒരു പൂ ഉണ്ടായിട്ടുണ്ട്, മുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. 3 വർഷമായ കമ്പാണ്. രണ്ട് ചെറിയ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിൽ ചുമന്ന കാണാമല്ലോ, ഒരു ചെറിയ മുട്ട വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ നീണ്ടു വന്ന് അതിന് മുകളിലായിട്ട് നമുക്ക് കാണാം കൂമ്പി നിൽക്കുന്നത് ആയിട്ട് കാണാം. അതിങ്ങനെ വന്ന് ഇതുപോലെ നീണ്ടു വരും. ഇതുപോലെ നീണ്ടു വന്നിട്ട് പൂവാകും. പൂ ഇപ്പം കൂമ്പിപ്പോയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലാണ് ഇത് വിരിഞ്ഞത്. രാത്രി വിരിയുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോ കിട്ടാൻ വളരെ പ്രയാസമാണ്. നല്ല അത്ര ക്ലിയർ ആകത്തില്ല. ഇത് രാത്രി 8-9 മണിക്കകം, 10 മണിക്ക് മുമ്പേ എങ്ങനെയാണെങ്കിലും വിരിഞ്ഞിരിക്കും. ഇതിപ്പം പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഇത് കൂമ്പി പോകുന്നുണ്ട്. അതിൻ്റെ പൂ കാണാൻ നല്ല രസമാണ്. രാത്രി വിടുമ്പോൾ നല്ലതായിട്ട് വിടർന്ന് ഇങ്ങനെ അങ്ങ് നിൽക്കും. ഇതിപ്പോൾ എല്ലാം കൂമ്പി വരും. ഇത് നാളെ കൊണ്ട് ഈ പൂ അങ്ങ് വാടി ഇത് അങ്ങ് അളിഞ്ഞു പോയിട്ട് താഴെ റൗണ്ടിലുള്ള കായുണ്ടാകും. കായുണ്ടായി കഴിഞ്ഞ് അത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പഴുക്കാൻ വേണ്ടിയിട്ട് 1 മാസം, ഇന്ന് പൂവായിട്ട് അടുത്ത 25-ാം തീയതിക്ക് മുമ്പായിട്ട് നമുക്കിത് പറിക്കാൻ പറ്റും. മാങ്ങയുടെ കൂട്ട് ഇത് ചെറുതായിട്ട് ഞെക്ക് കൂടുന്നുണ്ടെങ്കിൽ പറിക്കണം. മരത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതൊക്കെ പൊട്ട് കൊണ്ടുവന്ന് പഴുപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിന് മധുരമില്ലാത്തത്. ഇത് നല്ല അതിമധുരവുമല്ല, ഒരുമാതിരി നല്ല മധുരമുണ്ട്. ഞങ്ങൾക്കൊക്കെ ഇതിൻ്റെ മധുരം ഇഷ്ടമാണ്. നിങ്ങൾ ഇങ്ങനെ ചെടിച്ചട്ടിയിലൊന്ന് കൊണ്ടുവന്ന് നട്ട് നോക്കും. അല്ലെങ്കിൽ ഒരു പേരയുണ്ട്, പേരയുടെ ചൂട്ടിലിട്ടാലും മതി. ഞാൻ മുറ്റത്തിൻ്റെ പറമ്പിൽ ഒരു ലക്ഷ്മി തരുവുണ്ട്, അതിൻ്റെ ചൂട്ടിലൊക്കെ ഇട്ടാണ് നടുന്നുണ്ടോ. ചുമ്മാ ഇതിങ്ങനെ മേപ്പെട്ട് പോയാൽ അതിൻ്റെ നമുക്ക് പറിക്കാൻ പ്രയാസമാണ്. മരത്തിൽ കയറി പറിക്കണം. അതുപോലെ കായ ഉണ്ടാകാനും താമസമെടുക്കും. മേളോട്ടങ്ങ് കയറിപ്പോയാൽ ഇങ്ങനെ തൂങ്ങി കിടക്കണം, എന്നാലേ കായ ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പം കായ ഉണ്ടായി കഴിഞ്ഞ് എന്നിട്ട് ഇതിൻ്റെ അറ്റമെല്ലാം കണ്ടിച്ചു വിടണം, പ്രൂൺ ചെയ്ത് വിടണം. എങ്കിലേ അത് പുതിയ നാമ്പ് കൂട്ടി നമുക്ക് അടുത്ത വർഷം നല്ല ഫലം കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക. നല്ല മരമൊന്നുമില്ല, എൻ്റെ വീട്ടിൽ എനിക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്നും കണ്ട് നടാതിരിക്കില്ല. നിങ്ങൾ ചെടിച്ചട്ടിയിൽ നട്ട് റെക്റ്റാങ്കിൾ ഒരു കമ്പി ഇങ്ങനെ വെച്ച് കൊടുക്കാമെങ്കിൽ അതിലോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾക്ക് വീട്ടിലും പറിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓർത്തുക. പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.